വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. വശംസു, ഷംസും, എന്താ ഷംസും? സൂര്യനും എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താ സൂര്യനും എന്നുള്ളത്? സൂര്യനും എന്താണ്? ആയത്തുല്ലഹും, അവർക്ക് തെളിവാണ്, ദൃഷ്ടാന്തമാണ്. ആർക്ക്? ആ അള്ളാഹിൻ്റെ ഖുദ്റത്തിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമാണ്. ആയത്തുല്ലഹുമു ഷംസ്, അവർക്ക് ഷംസ്, സൂര്യനും ദൃഷ്ടാന്തമാണ്. സൂര്യൻ തജ്രി, തജ്രി ചരിക്കുന്നു, സഞ്ചരിക്കുന്നു. ലിമുസ്തഖറിൻ ലഹ, ലിമുസ്തഖറിൻ ലഹ എന്നാണെന്താ? ഇലാ മുസ്തഖറില. ലി മുസ്തഖറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലാ മുസ്തഖറി എന്നാണ്. മുസ്തഖർ എന്ന് പറഞ്ഞാൽ ഇസ്തഖറ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഉറച്ചു എന്നാണ്, ഒരിടത്ത് പിന്നെ സ്ഥിരപ്പെട്ടു, ഉറച്ചു എന്നുള്ള അർത്ഥമാണ്. മുസ്തഖർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിടത്ത് എത്തിപ്പെടുന്ന സമയം അല്ലെങ്കിൽ സ്ഥലം, രണ്ടിനും പറയും മുസ്തഖർ. ഇസ്മു മക്കാൻ, അതേപോലെ ഇസ്മു സമാൻ, കാലത്തിന് പറയും, സ്ഥലത്തിന് പറയും മുസ്തഖർ. ഒരിടത്ത് ഒരാൾ ഒരു യാത്ര ചെയ്തിട്ട് ഒരു നിശ്ചിത സ്ഥാനത്തെത്തി, അത് അയാളുടെ മുസ്തഖറാണ്. എത്തിയ സ്ഥലം. ഒരു നിശ്ചിത സമയത്തെത്തി, അത് അയാളുടെ മുസ്തഖറാണ്, നിശ്ചിത സമയം. ഇവിടെ എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. വശം, സൂര്യനും അവർക്ക് ദൃഷ്ടാന്തമാണ്, തെളിവാണ്. സൂര്യൻ തജ്രി ചരിക്കുന്നു. ലിമുസ്തഖറിൻ ലഹ, അതിനുള്ള ഒരു മുസ്തഖറിലേക്ക്, അതിനുള്ള ഷംസിനുള്ള മുസ്തഖറിലേക്ക് അത് ചരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ദാലിക, ഈ മുസ്തഖറിലേക്കുള്ള സൂര്യൻ്റെ ചലനം, തഖ്ദീർ അൽ അസീസ് അൽ അലീം, അൽ അസീസായ അൽ അലീമായ അള്ളാഹുവിൻ്റെ തഖ്ദീറാകുന്നു. തഖ്ദീർ എന്ന് പറഞ്ഞാൽ എന്താ? നിർണയമാകുന്നു, തീരുമാനമാകുന്നു, കണക്കാക്കലാകുന്നു എന്നാണ്. അള്ളാഹുവിൻ്റെ കണക്കാക്കൽ, അതാണ് ഈ പിന്നെ മുസ്തഖറിലേക്കുള്ള അതിൻ്റെ ചലനം എന്നാണ്. എന്താണ് അതിൻ്റെ വിഷയം? കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു വിഷയത്തിൽ. ഈ ലാമിന് അർത്ഥം പറയുന്നതിൽ, അതേപോലെ ഈ മുസ്തഖർ എന്നുള്ളതിന് അർത്ഥം പറയുന്നതിൽ ഒക്കെയുള്ള പിന്നെ ഭാഷാപരമായിട്ടുള്ളതായ പ്രത്യേകതകളെ പരിഗണിച്ചാണ് ഈ അഭിപ്രായ വ്യത്യാസം. കാരണം മുസ്തഖർ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, ഇസ്മു മക്കാൻ, എത്തിപ്പെടുന്ന സ്ഥലത്തിന് പറയും, എത്തിപ്പെടുന്ന സമയത്തിന് പറയും. പിന്നെ എത്തിപ്പെടുക എന്നുള്ളത് മസ്തർ മീമി എന്ന് പറയും, മീമിയായ മസ്തർ, എത്തിപ്പെടുക എന്നതിന് പറയും. അപ്പോൾ ആ നിലക്കൊക്കെ അർത്ഥം പറയുമ്പോൾ ഇതിനെന്ത് ചെയ്യും? അഭിപ്രായ വ്യത്യാസങ്ങൾ പല നിലക്ക് വരും. എന്നിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളും പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സൂര്യൻ പിന്നെ ചലിക്കുന്നു, ആ ചലിച്ച് അത് എത്തിപ്പെടുന്നതിനനുസരിച്ചാണ് ഇവിടെ പിന്നെ നാളുകൾ, അതേപോലെ തന്നെ കാലാവസ്ഥകൾ, അതേപോലെ തന്നെ നമുക്ക് ഉഷ്ണം, ശൈത്യം, വസന്തം, ഹേമന്തം, ഇങ്ങനെയുള്ള ഈ പിന്നെ പിരീഡുകളൊക്കെ പുലരുടെ കുറേ ചർച്ചകളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിഷയത്തിൽ ഈ ആയത്തോതിയിട്ട് ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റ് വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കഴുതപ്പുറത്ത് സഞ്ചരിക്കാൻ, നബിയുടെ കൂടെ അബൂദറുൽ ഗിഫാരി ഉണ്ട്. അസ്തമയത്തിൻ്റെ സമയമായിക്കണ്, അസ്തമയത്തോടെ അടുത്തുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനോട് ചോദിച്ചു, ഹൽ തദ്രി ഇലാ ഐന തദ്ഹബു ഹാദിഹി ഷംസ്? അബൂദർ, നിങ്ങൾക്കറിയുമോ എവിടേക്കാണ് ഈ ഷംസ് പോകുന്നതെന്ന്? ഈ ഷംസ് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹു അല്ലാഹുവിൻ്റെ റസൂലിനും കൂടുതൽ അറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഷംസ് പോകുന്നത് അതിൻ്റെ മുസ്തഖറിലേക്കാണ്. ആ മുസ്തഖർ തഹ്തൽ അർശ്, തഹ്തൽ അർശ്. ചില റിപ്പോർട്ടുകളിൽ ഈ സൂര്യൻ അത് തഗ്റുബു ഫി ഐനിൻ ഹാമിയത്തിൻ, ഐനുൻ ഹാമിയയിൽ അത് അസ്തമിക്കും. ഐനുൻ ഹാമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയം നമ്മൾ സമുദ്രത്തിലേക്ക് നോക്കിയാൽ മതി. സൂര്യൻ അസ്തമിക്കുന്ന സമയം സമുദ്രത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിൻ്റെ പിന്നെ കളറും സമുദ്രത്തിൻ്റെ ഭാവവും എന്താണ്? അതാണ് ഈ ഐനുൻ ഹാമിയ.
അവിടെയാണ് അത് സൂര്യൻ അസ്തമിക്കുന്നത്. പിന്നീട് സൂര്യൻ അതിൻ്റെ മുസ്തഖറിലേക്ക് പോകും. ആ മുസ്തഖർ തഹ്തൽ അർഷ്, അർഷിന് ചുവട്ടിലാണ്. അർഷിന് ചുവട്ടിലെത്തിയ സൂര്യൻ അള്ളാഹുവിനെ അവിടെ പ്രണമിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അത് ഉദിക്കാൻ അനുവാദം ചോദിക്കും. അള്ളാഹു അനുവാദം നൽകുമ്പോൾ അനുവാദം നൽകും, സൂര്യൻ ഉദിക്കും. ഒരു നാൾ വരും, അന്ന് സൂര്യൻ ഇതേപോലെ അതിൻ്റെ മുസ്തഖറിലേക്ക് അർഷിന് ചുവട്ടിൽ പോകും. അള്ളാഹുവിനോട് ഉദിക്കാൻ അനുവാദം ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദിക്കാൻ അനുവാദം നൽകൂല. അള്ളാഹു പറയും, ഇദ്ഹബി ഇലാ ഹൈസു തലഅത്തീന ഔ കമാ ഖാൽ, നീ ഉദിച്ചയിടത്തേക്ക് പോകാൻ പറയും. അങ്ങനെ പിന്നെ സൂര്യൻ അതുവരെ കിഴക്കുന്നാണ് ഉദിച്ചിരുന്നത്. പിന്നെ സൂര്യൻ ഉദിക്കൽ എവിടെ നിന്നായിരിക്കും? കിഴക്കുന്ന് ഉദിക്കാനുള്ള അനുവാദം അള്ളാഹു നൽകൂല. പിന്നെ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കാനുള്ള അനുവാദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. അത് മുതൽ പിന്നെ സൂര്യൻ എവിടെ നിന്നാണ് ഉദിക്കുക? പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കും എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അതാണ് വശംസു തജ്രീ ലി മുസ്തഖറിൻ ലഹ എന്നുള്ള വാക്ക്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അപ്പോൾ വശംസു സൂര്യൻ ഇവർക്ക് ദൃഷ്ടാന്തമാണ്. തജ്രീ സൂര്യൻ ചരിക്കും, ലി മുസ്തഖറിൻ ലഹ അതിന് ചരിച്ച് എത്തിപ്പെടാനുള്ള ഒരു സമയമുണ്ട്, ചരിച്ച് എത്തിപ്പെടാനുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഏതാണ്? അത് തഹ്തൽ അർഷ്, അർഷിന് ചുവട്ടിലാണ്. അള്ളാഹുവിനെ പ്രണമിച്ച് സൂര്യൻ അർഷിന് ചുവട്ടിലെത്തും. അവിടെ വെച്ചിട്ട് പിന്നെ ഉദിക്കാനുള്ള സമ്മതം ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഉദിക്കാൻ സമ്മതം നൽകും. അതാണ് ദിനേന ഏതുവരേക്കും? പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കാനുള്ള സമയം ആകുന്നത് വരേക്കും. അപ്പോൾ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിന് കുറേ വിശദീകരണം കാണാൻ സാധിക്കും. തഫ്സീർ വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ തല ചുറ്റും. പക്ഷേ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായി? നമുക്ക് ആ വിഷയത്തിൽ തീർപ്പായി. ഒരു വ്യക്തി പിന്നെ ഒരു റുമ്മാൻ മോഷ്ടിക്കണുണ്ട്. ഒരു അബ്ദുൽ കരീം അസ്മാവ്, ഒരു പെണ്ണിങ്ങനെ റുമ്മാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്ത് പിന്നെ ഈ കൊട്ടിയിൽ നിന്ന് റുമ്മാൻ ഇങ്ങനെ എടുത്ത് കട്ടെടുത്ത് എന്നിട്ട് ഈ റുമ്മാനായിട്ട് എന്താ ഇയാൾ ചെയ്യണമെന്ന് നോക്കാൻ അസ്മാവ് പിന്നാലെ പോയി. അപ്പോൾ ഈ വ്യക്തി പോയിട്ട് ഈ റുമ്മാൻ മൂപ്പര് തിന്നല്ല, പിന്നെ മൂപ്പര് മിസ്കീന് കൊണ്ടുപോയിട്ട് സദക്ക ചെയ്യാണ്. അപ്പോൾ അസ്മായി ചോദിച്ച്, ആ പെണ്ണിൻ്റെ കൊട്ടിയിൽ നിന്ന് കട്ടെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സദക്ക ചെയ്യണേ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറയാണ്, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കുറ്റാണ് അള്ളാഹു ചെയ്തത്, പക്ഷേ ഞാനൊരു പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് 10 നന്മ ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ കട്ട് എന്നുള്ളൊരു കുറ്റാണ്, പക്ഷേ എനിക്ക് 10 പുണ്യം ഈ സദക്കയിലുണ്ട് അല്ലേ. അപ്പോൾ അതിന്നൊരു പുണ്യാണ്ട് ഒഴിവായിട്ടുണ്ടെങ്കിൽ 9 എനിക്ക് കിട്ടും എന്നാണ് മുമ്പ് പറഞ്ഞത്. 9 എനിക്ക് കിട്ടും തന്നെ. അപ്പോൾ അസ്മായി പറഞ്ഞു കൊടുത്ത അയാൾക്ക്, നിങ്ങളിപ്പോൾ ചെയ്തത് നജസിനെ ബൗലുകൊണ്ട് ക്ലീനാക്കുന്ന ഏർപ്പാടാണ്. ഒരാളെ മേത്ത് നജസായി, അത് ബൗലുകൊണ്ട് മൂത്രം കൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ? അതേ പരിപാടി നിങ്ങൾ ചെയ്തത്. നിസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞിട്ട്, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ. ഇന്നല്ലാഹ തയ്യിബുൻ, അള്ളാഹു വിശുദ്ധനാണ്, വിശിഷ്ടനാണ്. അള്ളാഹു ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അള്ളാഹു വിശിഷ്ടമായതേ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കട്ടെടുത്തുകൊണ്ടായിട്ട് സദക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സദക്ക അള്ളാഹു സ്വീകരിക്കുക. 10 ഹസനത്ത് തരാൻ, 10 പുണ്യം തരാൻ അതൊരിക്കലും അള്ളാഹു ചെയ്യൂല എന്ന് അസ്മായി തിരുത്തി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അൽ ഹസനത്ത് ബി അശ്രി അംസാലി എന്നുള്ളത് തെളിവാണ്, ശരിയാണ്. ഒരു ഹസനത്ത് 10 ഇരട്ടി മേനിയിലാണ്, പുണ്യാണ് എന്നുള്ളതാണ്, ശരി തന്നെയാണ്. പക്ഷേ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ കള്ളം മനസ്സിലാക്കിയതുപോലെയല്ല. പിന്നെയോ ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ എന്ന ആ മറ്റേ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ പിന്നെ ഈ പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളുടെ പശ്ചാത്തലത്തിലും വെളിച്ചത്തിലും തന്നെയാണ് എന്നുള്ളതാണ്. ഞാനത് ഉദ്ധരിച്ചത്.